ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അവനി. വെൽക്കം ടു ഇടുക്കി കേക്ക് സ്റ്റോറീസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഈ കേക്കിൽ പ്ലേസ് ചെയ്തേക്കുന്ന JCBയുടെ മേക്കിംഗ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഈ ഒരു വർക്കിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 3 കളർ ഫോണ്ടൻ്റ് ആണ്. ബ്ലാക്ക്, ഗ്രേ, യെല്ലോ. ബ്ലാക്ക് നമ്മൾ ആ ഒരു കളർ തന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങുമായിരുന്നു. ബാക്കി 2 കളറും കളർ ആഡ് ചെയ്ത് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്. വൈറ്റ് കളറിലേക്ക് ഒരു ഡ്രോപ്പ് ബ്ലാക്ക് ആഡ് ചെയ്ത് ഗ്രേ ചെയ്തെടുത്തു. യെല്ലോ കളർ ആഡ് ചെയ്ത് യെല്ലോ കളറും ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഫോണ്ടൻറ്റിൽ നമ്മൾ CMC പൗഡർ ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. CMC പൗഡർ ആഡ് ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവാൻ പറ്റില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും CMC പൗഡർ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന ഓരോ പോയിൻ്റ് നിങ്ങൾക്ക് മിസ്സായി കഴിഞ്ഞാൽ കറക്റ്റ് ആ ഷേപ്പിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്ക് എല്ലാ കേക്കിലും ഇതുപോലെ ഫോണ്ടൻ്റ് വർക്ക് വരാറുണ്ട്. ഫോണ്ടൻ്റ് വർക്ക് വരുമ്പം ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കേക്കിൽ വെക്കേണ്ട ഫോണ്ടൻ്റ് വർക്ക് ആണെങ്കിലും നിങ്ങൾ ഒരു ദിവസം മുൻപ് തന്നെ അത് സെറ്റ് ചെയ്ത് വെച്ച് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആകാനും നമുക്കത് കേക്കിലേക്ക് പ്ലേസ് ചെയ്യാനും എളുപ്പമായിരിക്കും. അതല്ല, നമുക്ക് പെട്ടെന്ന് വരുന്ന ഓർഡറാണ്, അതിൽ അവർക്ക് കസ്റ്റമേഴ്സിന് ഫോണ്ടൻ്റ് വർക്ക് വേണം എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് ഡ്രൈ ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഓവൻ ഡ്രൈ ആണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നോർമൽ സ്റ്റൗവിൽ തന്നെ ഈ ഫോണ്ടൻറ്റിൽ നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. അറിയത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ JCBയുടെ ബേസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വളരെ തിന്നായിട്ടുള്ളൊരു ഷീറ്റിലാണ് ഇത് ഓരോ ഭാഗവും കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഷേപ്പിൽ തന്നെ മാക്സിമം കട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മെഷർമെൻറ്റ് എപ്പോഴും നോക്കുക. നമ്മളിപ്പോൾ ഇതൊരു 1 kg കേക്കിൻ്റെ ടോപ്പിലായിട്ട് പ്ലേസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തെടുത്തേക്കുന്നത്. 7 ഇഞ്ച് മോൾഡിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു വലുപ്പത്തിലാണ് ഞാനിവിടെ കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ 2 kg ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അനുസരിച്ചുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബേസിനോടൊപ്പം തന്നെ നമ്മൾ പ്ലേസ് ചെയ്യേണ്ട ഓരോ പാർട്സും കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കട്ട് ചെയ്യുന്ന ഒരു പാർട്സ് നമുക്ക് ലാസ്റ്റ് എല്ലാ ഐറ്റംസും കൂടെ അറ്റാച്ച് ചെയ്യുമ്പം ആവശ്യമായിട്ടുള്ളൊരു പാർട്സാണ്. അപ്പോൾ അത് എടുത്ത് കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയുടെ ഇടയ്ക്ക് അത് പ്രത്യേകം എടുത്ത് പറയുന്നത്. JCBയുടെ ബേസ് പാർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടേണ്ടത്. നിങ്ങൾ കട്ട് ചെയ്യുമ്പോഴും ഈ ഒരു ഷേപ്പിൽ തന്നെ കിട്ടാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ബാക്കി പാർട്സ് ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്നത് JCBയുടെ ഫ്രണ്ടിലെ കളക്ടറും ബാക്കിലെ കളക്ടറുമാണ് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഷേപ്പിലാണ് 2 ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു ഗ്രേ ഷീറ്റിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ JCBയുടെ ഫ്രണ്ടിലെയും ബാക്കിലെയും കളക്ടറിൻ്റെ ഹാൻഡിലാണ്. അത് വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്സ് ഏത് വലിപ്പമാണോ അതുമായിട്ട് ജോയിൻ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ
ഓരോ പാർട്സും കട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഗ്രേ ഷീറ്റിൽ തന്നെയാണ് നമ്മൾ ടയറിൻ്റെ ടോപ്പിലായിട്ട് വെക്കേണ്ട ഒരു റൗണ്ട് ഷേപ്പും കട്ട് ചെയ്തെടുക്കുന്നത്. രണ്ടും രണ്ട് വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിൽ നമ്മൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് ചെറിയ മാർക്കിങ്ങും കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് രണ്ട് വീൽസ് കട്ട് ചെയ്തെടുക്കണം. മുൻപ് എടുത്തതിനേക്കാളും കുറച്ച് വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. കാരണം ആ മുൻപ് ചെയ്തത് നമുക്ക് ഇതിൻ്റെ ടോപ്പിലായിട്ട് പ്ലേസ് ചെയ്യാനുള്ളതാണ്. രണ്ട് വീലും രണ്ട് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാൻ. ഞാനിവിടെ നോസിലിൻ്റെ ബാക്ക് ഭാഗമാണ് യൂസ് ചെയ്തേക്കുന്നത്. രണ്ടും നമ്മൾ റഷ്യൻ നോസിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ആ ടയറിലേക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് നമ്മൾ ടയറിൻ്റെ ഇംപ്രഷൻ കൊടുക്കുന്നുണ്ട്. രണ്ട് ടയറിലും ഈ ഒരു ഇംപ്രഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ടയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിലേക്ക് എഡിബിൾ ഗ്ലൂ യൂസ് ചെയ്ത് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എഡിബിൾ ഗ്ലൂവോ വാട്ടറോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. രണ്ടും നല്ല രീതിയിൽ ഫോണ്ടന്റിനെ അറ്റാച്ച് ചെയ്ത് തരും. ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ ജോയിൻ ചെയ്ത് നമ്മുടെ JCB ഫിഗറിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ ഓരോ ഐറ്റംസും എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ച് കാണുക.
അപ്പോൾ നമ്മുടെ JCBയുടെ ഫൈനൽ ലുക്കിലേക്ക് നമ്മൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് തലേന്ന് വന്നിട്ടുണ്ടായിരുന്നു. തലേന്ന് തന്നെ വർക്ക് ചെയ്ത് എയർടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സ്റ്റിഫായിട്ട് കിട്ടി. കേക്കിലേക്ക് പ്ലേസ് ചെയ്യാൻ എളുപ്പമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസിന് നമ്മളെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.